നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ തുടക്കമായി. വീട്ടമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്തമ്മയ്ക്ക് കൃഷ്ണശില സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. രചനാ മത്സരങ്ങൾ, പ്രസംഗം, ഗാനമത്സരങ്ങൾ, മോണോ ആക്ട്, നാടകം, ഖുറാൻ പാരായണം തുടങ്ങിയ ഇനങ്ങളാണ് 15 വേദികളിലായി ആദ്യ ദിനത്തിൽ നടന്നത്. ഇവളെ ഇന്ന് ശരിയെ 101 വട്ടം ചാട്ടമാർക്കണം. മതനിയമങ്ങളിലിരിക്കുന്ന എല്ലാ പെൺവർഗത്തിനും ഇതൊരു പാഠമാകട്ടെ. വേണമെങ്കിൽ ഈ കൊച്ചു പെണ്ണുടൽ ആർക്കു വേണമെങ്കിലും മാതി വരുവോളം കാട്ടിച്ചു കയറാം. గరి సరి గమ పదని సరి గమ గారి సని గరి సరి సని సని గరి సని ద పమ పదని శ్యామ కృష్ణ సోదరి గౌరీ పరమేశ్వరి గిరిజా పాలవాల నీలవేణి కీరవాణి శ్రీలిలిదే. വലപ്പാട് ഉപജില്ലാ ഓഫീസർ T. ജയരാജ് പതാക ഉയർത്തി. പബ്ലിസിറ്റി ചെയർമാൻ CK കുട്ടൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ, ലിജി നിതിൻ, ശ്രീദേവി ഷൺമുഖൻ, KG സുരേന്ദ്രൻ, V. ശ്രീദേവി, KK ഷീല, TV സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നവംബർ 25 രാവിലെ നാട്ടിക MLA ഗീതാ ഗോപി നിർവഹിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിക്കും. വീട്ടമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം പുതിയങ്ങാടി 1-ാം കല്ലിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ സലീമിനെയാണ് വലപ്പാട് SI TC രാമനാഥനും സംഘവും അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ നാട്ടിക KMUP സ്കൂളിന് പടിഞ്ഞാറ് കോറോട്ട് വിനായകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യ ഷിജിയെ ആക്രമിച്ച് കവർച്ചാ ശ്രമം നടത്തിയ കേസിലാണ് പ്രതിയെ പിടികൂടിയത്. ഗ്രേഡ് SI രാമകൃഷ്ണൻ, സീനിയർ CPO ലാൽസൺ, മാധവൻ, കുട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്തമ്മയ്ക്ക് കൃഷ്ണശില സമർപ്പിച്ചു. രാവിലെ ക്ഷേത്ര തിരുമുറ്റത്ത് നടന്ന ചടങ്ങിൽ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ആദിശില സ്ഥാപിച്ചു. ക്ഷേത്രം ശാന്തി ശ്രീജിത്ത് സ്വാമിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു.
പ്രസിഡന്റ് കെ ശേഖരൻ, സെക്രട്ടറി പ്രതാപൻ പനക്കൽ, സഹദേവൻ കുറുപ്പത്ത്, വിജയൻ കാവുങ്ങൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നമ്മളെ പോലെ നടക്കാനും ചിന്തിക്കാനും കഴിയില്ലെങ്കിൽ അതേപോലെ തന്നെ മോക്ഷം ഇച്ഛിക്കുന്ന ജീവജാലങ്ങളിൽ സ്ഥിതികളിലൊക്കെ ഉണ്ട്. അവർക്ക് നാമം ചെല്ലാൻ സാധിക്കുന്നില്ല, അവർക്ക് നമ്മളെപ്പോലെ ക്ഷേത്ര ദർശനം സാധിക്കുന്നില്ല, തീർത്ഥാടനം സാധിക്കുന്നില്ല. എങ്കിൽ തന്നെ അവരുടെ ഉള്ളിൽ ചില ജീവജാലങ്ങളുടെ ഉള്ളിൽ ഈ നന്മയാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 10ാം അധ്യായത്തില് വിഭൂതി വിസ്താര ലോകം എന്നുള്ള ലോകത്തില് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അദ്ദേഹം വളർന്നതാണ്. സർപ്പങ്ങളുണ്ട്, നാഗങ്ങളുണ്ട്, അല്ലേ, യക്ഷന്മാരുണ്ട്, ക്ഷത്രിയരുണ്ട്, വൈഷ്ണവിയില്, എന്തെല്ലാം ജീവജാലങ്ങൾ പ്രപഞ്ചത്തിലുണ്ടോ മനുഷ്യരും മറ്റു ജീവജാലങ്ങളൊക്കെ ഭഗവാൻ സാധിക്കും. ആ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം നിർദ്ദേശിച്ച ഓരോ ജീവജാലവും, പക്ഷികൾ, വീട് നമുക്കറിയാം ഭഗവാനെ വഹിക്കുന്ന ഒരു പക്ഷിയാണ്, അല്ലേ? എത്രയോ പക്ഷിജാലങ്ങളുണ്ടെങ്കിലും ഭഗവാനെ നിത്യം വഹിച്ചൊരുപാട് ഭാഗ്യമെത്തിയ ഒരു പക്ഷിയാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു. അപേക്ഷിച്ച 1600ഓളം കർഷകർക്ക് 15 ലക്ഷം രൂപയുടെ ജൈവവളമാണ് വിതരണം ചെയ്തത്. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തെങ്ങ് കൃഷി വികസനം എന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആളുകളുടെ എല്ലാവരുടെയും സൗകര്യാർത്ഥം 3 കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ 18 വാർഡുകളിൽ നിന്നുമായി 1619 അപേക്ഷകളാണ് നമ്മൾക്ക് പഞ്ചായത്തിൽ കിട്ടിയിരിക്കുന്നത്. ഈ അപേക്ഷിച്ച എല്ലാവർക്കും തന്നെ നമ്മൾ വളം കൊടുക്കാനായിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് സർക്കാർ നൽകി വരുന്ന ഫണ്ടിൻ്റെ 30% ഉൽപ്പാദന മേഖലയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഉൽപ്പാദന മേഖലയിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് കൃഷിക്കാണ്. നമ്മുടെ പഞ്ചായത്തിൽ കൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഒരു കാലത്ത് നമ്മുടെ പഞ്ചായത്തിൽ നാട്ടികയുടെ നല്ലറിയായിരുന്ന നമ്മുടെ എടത്തിരുത്തി പഞ്ചായത്തിൽ 80% കൃഷിഭൂമിയായിരുന്നു. അതിലിപ്പോൾ ആളുകളെല്ലാം അതെല്ലാം നികത്തി മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങളും വീടുകളും ഒക്കെയായി നടന്നു വരികയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി അധ്യക്ഷനായി. കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മയിൽ, ബാങ്ക് സെക്രട്ടറി ND ദേവരാജൻ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി മധുരംപിള്ളിയിൽ ഭീമൻ കടന്നൽക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിന് മുകളിലാണ് കടന്നൽക്കൂട് രൂപപ്പെട്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വീടുകളിലേക്ക് പറന്നെത്തുന്ന കടന്നലുകൾ സമീപവാസികൾക്ക് ദുരിതമായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കടന്നൽക്കൂട് നശിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള.